നമസ്കാരം. നാളെ നീളെ തിരഞ്ഞെടുപ്പ് ഫലം വന്നിന്ന് 7ാം നാൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര്? മാരത്തൺ ചർച്ചയാണ് അങ്ങ് കേന്ദ്രത്തിലും ഇങ്ങ് സംസ്ഥാനത്തും. പക്ഷം ചേർന്നുള്ള ചരടുവലി വേറെയും. അതൃപ്തി പരസ്യമാക്കി ലീഗും. ഹൈക്കമാൻഡിന്റെ മനസ്സ് എങ്ങോട്ട്? KCO, VDO, RCO? കേരള ജനത ചോദിക്കുന്നു. ടോപ് 10ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. ഇന്ധനവില കൂട്ടുമെന്ന ആശങ്കകൾക്കിടെ ഉപയോഗം കുറയ്ക്കാനുള്ള ആഹ്വാനവുമായി വീണ്ടും പ്രധാനമന്ത്രി. വർക്ക് ഫ്രം ഹോം, ഓൺലൈൻ ക്ലാസുകൾ പ്രോത്സാഹിപ്പിക്കണമെന്നും പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നും മോദി. പ്രധാനമന്ത്രിയുടേത് ജാഗ്രതാ നിർദ്ദേശം മാത്രമെന്ന് രാജ്നാഥ് സിംഗ്. പ്രസ്താവന ഭരണപരാജയത്തിന്റെ തെളിവെന്ന് രാഹുൽ ഗാന്ധി. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിക്കുന്നു. രാജ്യത്ത് ക്ഷാമമില്ലെന്ന് പെട്രോളിയം മന്ത്രാലയം. ഏഴാം ദിവസവും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കഴിയാതെ കോൺഗ്രസ്. കൂടുതൽ ചർച്ചകൾക്ക് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. പ്രഖ്യാപനം വൈകുന്നതിൽ അതൃപ്തിയുമായി മുസ്ലിം ലീഗ്. KPCC അധ്യക്ഷ സ്ഥാനത്തിനു വേണ്ടിയും ചരടുവലി. K സുധാകരന്റെ വീട്ടിൽ KC KS അനുകൂലികളുടെ രഹസ്യയോഗം ചേരാൻ നീക്കം. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിലും അനിശ്ചിതത്വം. കേരളത്തിൽ തീരുമാനിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തിരിച്ചടിയുടെ ഉത്തരവാദിത്തം പിണറായി വിജയൻ മാത്രമല്ലെന്നും ബേബി. പ്രതിപക്ഷ നേതാവാകുമോ എന്ന ചോദ്യത്തിന് നമുക്ക് പിന്നെ കാണാമെന്ന് പിണറായി വിജയന്റെ മറുപടി. തിരുവനന്തപുരത്ത് ചിന്താ ഫ്ളാറ്റിലേക്ക് പോകാതെ വാടക വീട്ടിലേക്ക് മാറി പിണറായി. C. Joseph Vijay எனும் நான் சட்டமுறைப்படி நிறுவப்பெற்றுள்ள இந்திய அரசமைப்பு சட்டத்தில் உண்மையான நம்பிக்கையும் பற்றுறுதியும் തമിഴ്നാട് നിയമസഭാ സമ്മേളനം തുടങ്ങി. വിശ്വാസ വോട്ടെടുപ്പ് മറ്റന്നാൾ. MK സ്റ്റാലിൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ സന്ദർശിച്ച് വിജയ്. AIADMK പിളർപ്പിലേക്ക്. പശ്ചിമബംഗാളിൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതിർത്തിയിൽ മുള്ളുവേലി സ്ഥാപിക്കാനുള്ള സ്ഥലം BSFന് കൈമാറുന്നതടക്കം 6 നിർണായക തീരുമാനങ്ങൾ. സെൻസസ് നടപടിക്രമങ്ങൾ ഉടൻ നടപ്പാക്കാനും തീരുമാനം. അസമിലെ പുതിയ BJP സർക്കാർ നാളെ അധികാരമേൽക്കും. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം കേരളത്തിലേക്ക്. സംസ്ഥാനത്ത് MBBS പഠിക്കുന്ന രാജസ്ഥാനിലെ സ്വദേശിയായ വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ച അന്വേഷണം. വിൽപ്പന നടത്തിയ 600 ചോദ്യങ്ങളും യഥാർത്ഥ ചോദ്യപേപ്പറുമായി സാമ്യമുള്ളത്. കണ്ണൂർ പോലീസ് സൊസൈറ്റിയുടെ നൈറ്റ് വാച്ച്മാൻ തസ്തികയിലേക്കുള്ള പരീക്ഷ രഹസ്യമായി നടത്തിയെന്ന ആരോപണം. കേന്ദ്രത്തിൽ KSU പ്രവർത്തകരുടെ പ്രതിഷേധം. ഹാൾ ടിക്കറ്റുകൾ കീറിക്കളഞ്ഞു. ശ്രീലങ്കൻ തീരത്തിന് സമീപം ന്യൂനമർദ്ദം. 2 ചക്രവാത ചുഴികൾ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യത. കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ ശക്തമായ മഴ. പേരാമ്പ്രയിൽ മിന്നൽ, ചുഴലിയിൽ കനത്ത നാശം. IPL പഞ്ചാബിനെതിരെ ഡൽഹിക്ക് 211 റൺസ് വിജയലക്ഷ്യം. പ്രിയാൻ ഷാരിക്കും ശ്രേയസ് അയ്യർക്കും അർദ്ധ സെഞ്ചുറി. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര പുനഃപരിശോധിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. തീരുമാനം സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കും. സ്വകാര്യ ബസ് ഉടമകളോട് ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനം ശരിയല്ലെന്നും അസോസിയേഷൻ. പോലെ ചാഞ്ചാടും ചേരിയാട് മുടിക്കുട്ടി താളത്തിൽ പാടടാ പാട്ടു കേട്ട്. സ്റ്റോറി ഓഫ് ദ ഡേ. അറിയാം മാണിക്കന് ജീവൻ കിട്ടിയ കഥ.
വാർത്തകൾ വിശദമായി സമഗ്രമായി ടോപ്പ് 10-ൽ നോക്കാം. രാജ്യത്തെ പൗരന്മാരോട് ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ വീണ്ടും ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി വർക്ക് ഫ്രം ഹോം ഓൺലൈൻ ക്ലാസുകൾ പ്രോത്സാഹിപ്പിക്കുന്നതുൾപ്പെടെ 7 നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി നൽകിയത്. ഈ പ്രതിസന്ധിയും രാജ്യം മറികടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. രാജ്യത്തെ ഇന്ധന വില വർദ്ധിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. അതേസമയം പെട്രോളിനും ഡീസലിനും 5 രൂപ വരെ കൂടുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നഷ്ടം 1 ലക്ഷം കോടി രൂപ വരെ എത്തിയെന്ന് ഇന്ധന കമ്പനികൾ കേന്ദ്ര സർക്കാരിനെ ഇതിനോടകം അറിയിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധത്തെ തുടർന്നുള്ള പ്രതിസന്ധി മറികടക്കുന്നതിനാണ് ഇന്ധന ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതുൾപ്പെടെ 7 നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത്. മെട്രോ, ട്രെയിൻ, ഇലക്ട്രിക് ബസ് ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കണം. ഡിജിറ്റൽ സാങ്കേതികവിദ്യ ശക്തമായതിനാൽ വർക്ക് ഫ്രം ഹോം ഓൺലൈൻ ക്ലാസുകൾ പ്രോത്സാഹിപ്പിക്കണം. സാഹചര്യം സാധാരണ നിലയിലാകുന്നതുവരെ സ്വർണം വാങ്ങരുത്. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകി സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താൻ രാജ്യത്തിനൊപ്പം നിൽക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. मेरी देश के हर नागरिक से अपील है, जहां संभव हो पेट्रोल डीजल का उपयोग कम करें, मेट्रो का उपयोग करें, इलेक्ट्रिक बस और पब्लिक ट्रांसपोर्ट का अधिक इस्तेमाल करें. യുദ്ധത്തെ തുടർന്ന് ലോകരാജ്യങ്ങൾ ഊർജ സാമ്പത്തിക മേഖലയിൽ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ഇന്ത്യയിൽ ഇന്ധനവില 5 രൂപ വരെ വർദ്ധിക്കാമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് പ്രധാനമന്ത്രി നിർദ്ദേശങ്ങൾ ആവർത്തിച്ചത്. ക്രൂഡ് ഓയിൽ വില ഉയരുന്നതിനാൽ സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നതായി ഇന്ധന കമ്പനികൾ സർക്കാരിനെ അറിയിച്ചിരുന്നു. എന്നാൽ നിലവിൽ ഊർജ പ്രതിസന്ധിയില്ലെന്നും ഇന്ധന കമ്പനികളുടെ നഷ്ടം സാധാരണക്കാരിൽ അടിച്ചേൽപ്പിക്കില്ലെന്നുമാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. അമൃത ന്യൂസ്, ന്യൂഡൽഹി. എന്നാൽ ഇന്ധന നിയന്ത്രണം വേണമെന്ന പ്രധാനമന്ത്രിയുടേത് ജാഗ്രതാ നിർദ്ദേശം മാത്രമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്. ദീർഘകാല പ്രതിസന്ധി ഒഴിവാക്കാനുള്ള നിർദ്ദേശമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗൾഫ് മേഖലയിലെ സാഹചര്യം നിരീക്ഷിക്കുന്നുവെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രിയുടെ കഴിവുകേടിന്റെ തെളിവാണ് പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം നിയന്ത്രണം പാലിക്കണമെന്ന പ്രസ്താവനയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി MP. ഭരണപരാജയത്തിന്റെ ഉത്തരവാദിത്തം ജനങ്ങളുടെ മേൽ കെട്ടിവെക്കാൻ നോക്കുകയാണ്. എന്തു വാങ്ങണം, എവിടെ പോകരുത് എന്നൊക്കെ ഉപദേശിക്കുന്നത് വീഴ്ച മറയ്ക്കാനെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള ഇന്ധന വിതരണ ശൃംഖലയെ ബാധിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ ലഭ്യതയിൽ തടസ്സമില്ലെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സാഹചര്യം വിലയിരുത്താൻ ചേർന്ന മന്ത്രിതല യോഗത്തിന് ശേഷം ജോയിന്റ് സെക്രട്ടറിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയിലെ റിഫൈനറികൾ പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും വിപണിയിൽ എവിടെയും ഇന്ധന ലഭ്യത കുറഞ്ഞ സാഹചര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും അവർ പറയുന്നു. പെട്രോൾ, ഡീസൽ എന്നിവയുടെ മതിയായ സ്റ്റോക്ക് രാജ്യത്തുണ്ട്. പാചകവാതക വിതരണം സുഗമമായി തുടരുന്നുവെന്നും മന്ത്രാലയം അറിയിച്ചു. गैस के संबंध में भी 6.7 लाख PNG कनेक्शंस को गैसीफाई किया गया है और 2.68 लाख कनेक्शंस के लिए इंफ्रास्ट्रक्चर क्रिएट किया जा चुका है और 7,29,000 से अधिक नए कंज्यूमर PNG कनेक्शन के लिए रजिस्टर हुए हैं. 52,300 से अधिक ऐसे PNG कंज्यूमर्स हैं जिन्होंने LPG कनेक्शन सरेंडर किया. പശ്ചിമേഷ്യയിൽ പ്രതിസന്ധി രൂക്ഷമാണ്. വലിയ പ്രതിസന്ധിയിലൂടെയാണ് ലോകം കടന്നു പോകുന്നത് എന്നുള്ളതാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ തള്ളി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം ഉടനടി അവസാനിപ്പിക്കണമെന്നും അമേരിക്കൻ നാവിക ഉപരോധം പിൻവലിക്കണമെന്നുമുള്ള ഇറാന്റെ ആവശ്യത്തോട് ട്രംപ് കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. അതിനിടെ ഫ്രഞ്ച്, ബ്രിട്ടീഷ് പടക്കപ്പലുകൾ ഹോർമുസിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ആക്രമണമുണ്ടായാൽ ശക്തമായി നേരിടുമെന്നാണ് ഇറാന്റെ പ്രതികരണം. ക്രൂഡ് ഓയിൽ വിലയും കുത്തനെ കുതിക്കുകയാണ്. മാസങ്ങളായി തുടരുന്ന പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം ഉടനടി അവസാനിപ്പിക്കണമെന്നും അമേരിക്കൻ നാവിക ഉപരോധം പിൻവലിക്കണമെന്നുമുള്ള ഇറാന്റെ ആവശ്യത്തോട് ട്രംപ് കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഒട്ടും സ്വീകാര്യമല്ല എന്ന് വിശേഷിപ്പിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് നിർദ്ദേശം തള്ളിയത്. പാകിസ്ഥാൻ മധ്യസ്ഥർ മുഖേന ഇറാൻ സമർപ്പിച്ച മറുപടി താൻ വായിച്ചുവെന്നും എന്നാൽ ഇതിലെ വ്യവസ്ഥകളോട് തനിക്ക് വിയോജിപ്പാണെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി വ്യക്തമാക്കി. സമാധാന നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ വഴി ഇറാൻ തങ്ങളുടെ പുതിയ നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറിയത്. എന്നാൽ ഇറാന്റെ ആണവ പദ്ധതികളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന അമേരിക്കയുടെ കർശന ഉപാധിയെ ടെഹ്റാൻ ശക്തമായി എതിർക്കുന്നതാണ് നിലവിലെ തടസ്സം.
അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കാതെ യുദ്ധം അവസാനിക്കില്ല എന്ന് ബെന്യാമിൻ നെതന്യാഹു വ്യക്തമാക്കി. ലോകത്തിലെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ബോംബാക്രമണം ശക്തമാക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടിയതോടെ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്നു. വരും ദിവസങ്ങളിൽ അമേരിക്ക കൂടുതൽ കർശനമായ നടപടികളിലേക്ക് നീങ്ങിയേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനിടെ ഫ്രഞ്ച്, ബ്രിട്ടീഷ് പടക്കപ്പലുകൾ ഹോർമുസിലേക്ക് നീങ്ങി. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ ശക്തമായി നേരിടും എന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തിരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് ഇന്ന് കൃത്യം ഒരാഴ്ച. മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പിടിവലി തുടരുകയാണ്. KC-VD ചെന്നിത്തല ഒരു പേരിലേക്കും എത്താൻ ഹൈക്കമാൻഡിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. KC വേണുഗോപാലിനാണ് സാധ്യതയെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. സോണിയാഗാന്ധിയുടെ അഭിപ്രായം കൂടി പരിശോധിച്ച ശേഷമായിരിക്കും പ്രഖ്യാപനം. അതേസമയം KPCC അധ്യക്ഷ സ്ഥാനത്തിനു വേണ്ടിയും നേതാക്കൾ ഇതിനോടകം തന്നെ ചരടുവലി ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. MLA-മാരുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനാണ് സാധ്യത. ഹൈക്കമാൻഡ് തലത്തിൽ ചർച്ചകൾ ഉണ്ടാകില്ലെങ്കിലും സോണിയാഗാന്ധിയുടെ അഭിപ്രായം കൂടി തേടിയ ശേഷമായിരിക്കും പ്രഖ്യാപനം. കേരളത്തിൽ നിയമസഭാ കക്ഷിയോഗം വിളിച്ചു ചേർത്തോ അല്ലെങ്കിൽ ഡൽഹിയിൽ AICCO തീരുമാനം പുറത്തുവിടും. കോൺഗ്രസിന് അവരുടെ നിയമസഭാ കക്ഷി നേതാവിനെ തീരുമാനിക്കാമെന്നും പരസ്യ പ്രതികരണം ഉണ്ടാകില്ലെന്നും ഘടകകക്ഷികൾ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് VD സതീശൻ. അതേസമയം സണ്ണി ജോസഫ് മന്ത്രിയാകുന്നതോടെ ഒഴിവുവരുന്ന KPCC അധ്യക്ഷ സ്ഥാനത്തിനായി നേതാക്കൾ ചരടുവലി ആരംഭിച്ചു. ഡൽഹിയിൽ മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയ കൊടിക്കുന്നിൽ സുരേഷ് KPCC അധ്യക്ഷനായി തന്നെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടു. ബെന്നി ബെഹനാൻ ഉൾപ്പെടെ മറ്റു ചില നേതാക്കളുടെ പേരും ഹൈക്കമാൻഡിന് മുൻപിലുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ വിശാല ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ് ഹൈക്കമാൻഡ്. മുൻ KPCC പ്രസിഡന്റുമാരെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും ചർച്ചയ്ക്കായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. മുതിർന്ന നേതാവെന്ന നിലയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഡൽഹിയിലെത്തും. ചർച്ചയെ തുടർന്ന് മുഖ്യമന്ത്രി ആരെന്ന പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നതാണ് പ്രതീക്ഷ. മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദവുമായി എത്തിയ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുമായി നടത്തിയ ചർച്ചയിലും തീരുമാനത്തിലെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് വിശാല ചർച്ചയ്ക്ക് നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. KPCC മുൻ അധ്യക്ഷന്മാരായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, MM ഹസൻ, K മുരളീധരൻ, K സുധാകരൻ എന്നിവരെ കൂടാതെ മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ എത്താനാണ് നിർദ്ദേശമെന്നും ചർച്ചയ്ക്കാണോ എന്നറിയില്ലെന്നും നേതാക്കൾ പ്രതികരിച്ചു. അനിശ്ചിതത്വമൊന്നുമില്ല. നേതാക്കന്മാരുമായിട്ട് ഉള്ള കൂടിക്കാഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ ഇന്ന് കുറച്ച് പഴയ മുൻകാല PCC പ്രസിഡന്റുമാരെയും PCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരെന്ന നിലയിൽ ഞങ്ങളെയും ഡൽഹി ചെല്ലാൻ പാർട്ടിയുടെ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയാം. ചർച്ചയാണോ കൂടിക്കാഴ്ച ആണോ അഭിപ്രായങ്ങൾ എടുക്കുകയാണോ ഒന്നും നമുക്കറിയില്ല. എന്തായാലും അധികം വൈകാതെ തന്നെ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മളെല്ലാം ഉറച്ചു വിശ്വസിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം നിങ്ങളെല്ലാവരെയും അറിയിക്കും. ഡൽഹിയിൽ എത്തണമെന്ന് ദീപാദാസ്പുരിയെ അറിയിച്ചു. ഐ ആം ഗോയിങ് ടു ഡൽഹി. ഘടകകക്ഷികളുടെ വിമർശനമടക്കം പാർട്ടി പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. തീരുമാനമെടുക്കേണ്ടത് നേതൃത്വമാണ്. ഏത് കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം മാതൃകാപരമായ തീരുമാനമേ എടുത്തിട്ടുള്ളൂ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആ തീരുമാനം എന്തോ ആവട്ടെ, ആ തീരുമാനം അപ്പാടെ അംഗീകരിക്കുക എന്നുള്ളത് ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ കടമയാണ്. അപ്പം നമുക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനം എടുക്കേണ്ടതാരാണ്? ലീഡർഷിപ്പാണ്. ആ തീരുമാനത്തിൽ ഞാൻ നിബന്ധനകൾ വെക്കുകയോ അല്ലെങ്കിൽ അതിൽ പ്രത്യേകമായ രൂപത്തിലുള്ള വ്യാഖ്യാനം കൊടുക്കുകയോ ചെയ്യുന്നത് ശരിയല്ല. നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മൾ അതെല്ലാം പൂർണ്ണമായി അംഗീകരിച്ച് പോവുക എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ഉത്തരവാദിത്വം. അതിനിടെ തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ KC വേണുഗോപാൽ, K സുധാകരൻ ഗ്രൂപ്പ് കണ്ണൂരിലെ K സുധാകരന്റെ വീട്ടിൽ സംയുക്ത ഗ്രൂപ്പ് യോഗം വിളിച്ചു.
മുൻ DCC ഭാരവാഹികൾ, KPCC ഭാരവാഹികൾ, KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കാൻ സുധാകരൻ്റെ വീട്ടിൽ എത്തിയെങ്കിലും വാർത്തയായതോടെ ശ്രമം ഉപേക്ഷിച്ചു. നാളെ നടക്കുന്ന വിശാല ചർച്ചയോടെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് അണികൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, തിരുവനന്തപുരം. വാർത്തയുടെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. രജിത്തിലേക്ക് പോകാം. രജിത്ത്, ഈ സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിയാതെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇങ്ങനെ ഉഴലുകയാണ്, വിശാല ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ്. ഈ ചർച്ചകൾ നടക്കുന്നതല്ലാതെ ഒരു പേരിലേക്ക് ഹൈക്കമാൻഡിന് എത്താൻ സാധിക്കുന്നില്ല എന്നതാണോ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ മുതിർന്ന നേതാക്കളൊക്കെ ഡൽഹിയിലേക്ക് പോയിട്ടുമുണ്ട് താനും. ലീഗും നിശിത വിമർശനം ഉയർത്തുന്നുണ്ട്. എന്നുണ്ടാകും ഈ തീരുമാനം? തീർച്ചയായും ഈ നേതാക്കളെ, അതായത് മുഖ്യമന്ത്രിയാകണമെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന 3 നേതാക്കളെയും കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തിയെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഹൈക്കമാൻഡിന് കഴിയുന്നില്ല എന്നത് തന്നെയാണ്. നേരെ നിരീക്ഷകർ അടക്കം നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ കേരളത്തിലെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഹൈക്കമാൻഡിന് പോലും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയാണ്. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ അറിയുക എന്നത് തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രധാനമായും ഹൈക്കമാൻഡ് ലക്ഷ്യം വെക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത്. അതുപ്രകാരം അണികൾ കാത്തിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു വിശാല ചർച്ചയ്ക്കായി ഹൈക്കമാൻഡ് തയ്യാറെടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ നേതാക്കളെയും, മുൻ KPCC അധ്യക്ഷന്മാരായ 5 പേരെയും ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. നാളെ അവർ ഡൽഹിയിലെത്തി വൈകിട്ട് ഇത് സംബന്ധിച്ച ഉച്ചയ്ക്ക് ശേഷമാണ് ചർച്ചകളുള്ളത്. 11 മണിക്ക് മാത്രമേ VM സുധീരൻ അടക്കം ഇവിടെ നിന്നും ഡൽഹിയിലേക്ക് പോവുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ചർച്ചകൾക്ക് ശേഷമായിരിക്കും എന്ത് തീരുമാനമെടുക്കണം എന്നത് സംബന്ധിച്ച് ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് പോവുക എന്നതാണ്. ഇവരിൽ നിന്ന് കൂടി അഭിപ്രായങ്ങൾ തേടുക എന്നതാണ് പ്രധാനമായും ഉള്ളത്. ആ അഭിപ്രായത്തിനനുസരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനത്തെ നേതാക്കളുടെ രീതികൾ ഒക്കെയും തന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനത്തിലേക്ക് പോകാനുള്ള തീരുമാനമാണ് ഹൈക്കമാൻഡിനുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ ഭാഗമായി 5 മുൻ KPCC അധ്യക്ഷന്മാരെയും ഒപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഉൾപ്പെടെയുള്ളവരെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു കഴിഞ്ഞു. അവർ PC വിശ്വനാഥ്, ഹസൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ മുതിർന്ന നേതാക്കളെ കാണുമെന്ന് ഈ നിരീക്ഷക സംഘം വ്യക്തമാക്കിയിരുന്നു. അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുമെന്ന് അവർ വ്യക്തമാക്കിയിരുന്നതാണ്. അതേ സമയത്ത് തന്നെ ഇപ്പോൾ മുതിർന്ന നേതാക്കളെ കൂടി അങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. ഫോണിലൂടെ അടക്കം പലരുടെയും നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ നിരീക്ഷക സംഘം അറിയുകയും അത് റിപ്പോർട്ടായി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഇപ്പോൾ കൂടുതൽ പേരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ തിരക്കുന്നത്. എന്ത് തന്നെയായാലും ഡൽഹിയിലെ ചർച്ച നടന്ന് 2 ദിവസം പിന്നിട്ടിട്ടും തീരുമാനമാകാത്ത ഒരു സാഹചര്യമുണ്ട്. ഇനി നാളെ നടക്കുന്ന ചർച്ചയിലെങ്കിലും ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഘടകകക്ഷിയിൽ മുസ്ലിം ലീഗിനടക്കം ഇക്കാര്യത്തിലെ അതൃപ്തി അവർ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഘടകകക്ഷികളുടെ അതൃപ്തി അടക്കം നാളെ ചർച്ചയാകും എന്ന കാര്യമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മുഖ്യമന്ത്രി അതാരായിരിക്കും എന്നത് സംബന്ധിച്ച് ഹൈക്കമാൻഡ് നാളെയെങ്കിലും തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് തന്നെയാണ് നാട്ടുകാരും ഒപ്പം തന്നെ അണികളും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസമായി ഈ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പല പ്രശ്നങ്ങൾ ഇവിടെ സംസ്ഥാനത്ത് തുടർന്നു വന്നിരുന്നു. പോരുകൾ തുടർന്നു വന്നിരുന്നു. ഫ്ലെക്സ് പോരുകളടക്കം തുടർന്നിരുന്നു. അവയൊക്കെ നിർത്തിവെച്ച് അവയ്ക്കൊക്കെ അവധി നൽകി ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ഇനി ആരായിരിക്കും ഇപ്പോൾ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുക എന്നത് സംബന്ധിച്ച് അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ മറ്റ് ഗ്രൂപ്പുകളിലെ അണികൾ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നത് സംബന്ധിച്ച് ഇനി അറിയാൻ കഴിയുകയുള്ളൂ. എന്തുതന്നെയായാലും അതൊരു വലിയ കാത്തിരിപ്പായി നീണ്ടുപോകുന്നതിൽ ഘടകകക്ഷികൾക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും അണികൾക്കും അതൃപ്തിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ശരി, അതുതന്നെയാണ്. ഈ ചർച്ചയിലെങ്കിലും ഒരു ഉത്തരം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്ന വിവരങ്ങളാണ് രജിത്ത് തിരുവനന്തപുരത്തു നിന്നും നൽകിയത്. മുഖ്യമന്ത്രി ചർച്ചകൾക്കായി K സുധാകരൻ ഡൽഹിയിലേക്ക് തിരിച്ചു. സന്തോഷമായി ചിരിച്ച് തിരികെ വരുമെന്ന് K സുധാകരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെ ഉടൻ പ്രഖ്യാപിക്കണമെന്ന് മുസ്ലിം ലീഗ്. പ്രഖ്യാപനം നീളുന്നത് ഉത്കണ്ഠയും പ്രവർത്തകരിൽ അലോസരവും ഉണ്ടാക്കുന്നതായി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് പറയുന്നു. പുറത്തിറങ്ങിയാൽ നാട്ടുകാർ ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി ആരെന്ന ചോദ്യമാണ്. മന്ത്രിസഭയിൽ ലീഗിന് അർഹതപ്പെട്ടത് ലഭിക്കും. ഇക്കാര്യത്തിൽ യാതൊരു ഒത്തുതീർപ്പിനും ഇല്ലെന്നും അബ്ദുൽ ഹമീദ് അമൃത ന്യൂസിനോട് പറഞ്ഞു. എല്ലാ സ്ഥലത്തും പൊതു ഇടങ്ങളിലൊക്കെ ഇപ്പോൾ ഇത് ചർച്ചയാണ്. നമുക്കൊന്നും പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പാടില്ല എന്ന് പറയില്ല.
കല്യാണമായിരുന്നാലും മറ്റ് ആഘോഷ പരിപാടികളാണെങ്കിലൊക്കെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഇതാണ് ചോദിക്കുന്നത്. നാൽക്കവലകളിലൊക്കെ ചർച്ച ചെയ്താണ്. അപ്പോൾ ഇത് നമുക്കുണ്ടാക്കുന്നൊരു പ്രയാസമുണ്ടല്ലോ. അത്രമാത്രം ജനവിശ്വാസം ആർജിച്ചിട്ടൊരു മുന്നണി ടീം UDF അതിൻ്റെ പ്രവർത്തകന്മാർ സാധാരണക്കാരായ പ്രവർത്തകന്മാരാണ്. ഞാൻ പറയണത് ഈ UDFൻ്റെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഈ ഒരു ചൂട് വകവെക്കാതെ ഫീൽഡ് ചെയ്ത് പ്രവർത്തിച്ച പ്രവർത്തകന്മാർ നമ്മളോട് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. സംസ്ഥാനത്ത് ഫ്ലെക്സ് യുദ്ധം അവസാനിക്കുന്നില്ല. ആലപ്പുഴയിൽ വീണ്ടും KC വേണുഗോപാലിനു വേണ്ടി ഫ്ലെക്സ് ഉയർന്നു. കേരളത്തിന്റെ ക്യാപ്റ്റൻ KC എന്ന പേരിലാണ് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. ആലപ്പുഴ ആശ്രമം ജംഗ്ഷനിലാണ് പുതിയ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്. പാർട്ടി നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം ഫ്ലെക്സുകൾ നീക്കം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ന് വീണ്ടും ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. കേരളത്തിലുണ്ടായത് അപ്രതീക്ഷിതമായ കനത്ത തിരിച്ചടിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിന്റെ വിലയിരുത്തൽ. തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായി വിജയന് മാത്രമല്ലെന്നും പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കേണ്ട ചർച്ച നടക്കേണ്ടത് സംസ്ഥാന ഘടകത്തിലാണെന്നും PB യോഗത്തിന് ശേഷം ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കി. പ്രതികരണത്തിലേക്ക്. There will be an opposition leader. That opposition leader will be chosen in Kerala. Many governors in opposition-ruled states are creating the smooth functioning of the government itself. In Kerala during the LDF time and few other states also, the governors tried to delay it, and we even had under Comrade Pinarayi Vijayan, we had to, when he was Chief Minister, we had to hold some protest meeting in Jantar Mandir, Delhi, where veteran leaders like Farooq Abdullah and many other opposition leaders came. എന്നാൽ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച തീരുമാനം കേരളത്തിലെന്ന് MV ഗോവിന്ദൻ. പ്രതിപക്ഷ നേതൃസ്ഥാനം PBയിൽ ചർച്ചയായില്ല. CPIയുടെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാന ആവശ്യവും സംസ്ഥാനത്ത് ചർച്ച ചെയ്യുമെന്നും MV ഗോവിന്ദൻ പറയുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവാകുമോ എന്ന ചോദ്യത്തിന് നമുക്ക് പിന്നെ കാണാമെന്നായിരുന്നു പിണറായി വിജയന്റെ മറുപടി. അതുൾപ്പെടെയുള്ള എല്ലാ കാര്യവും വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ഉണ്ട്. ജിഷ്ണു, ഈ മുഖ്യമന്ത്രി ചർച്ച പോലെ തന്നെ ആരാകും പ്രതിപക്ഷ നേതാവ് എന്നത് ചർച്ചയാണ്. പിണറായിയോ അതോ KN ബാലഗോപാലോ എന്നതാണ്. എല്ലാം സംസ്ഥാനത്ത് തീരുമാനിക്കുമെന്നാണ് MA ബേബി പറയുന്നത്. തോൽവിയുടെ കൂട്ടുത്തരവാദിത്തമാണെന്നുമുള്ള വിലയിരുത്തലുകൾ ഒക്കെ വരുന്നുണ്ട്. നേതാക്കൾ കേരളത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. PB യോഗ വിവരങ്ങൾ എന്താണ്? 2 ദിവസങ്ങളിലായി ഡൽഹിയിൽ നടന്ന CPMന്റെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആരാകുമെന്ന ചർച്ച നടന്നോ എന്നായിരുന്നു MA ബേബിക്ക് നേരെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നതിൽ പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തിട്ടില്ല എന്നും ഇക്കാര്യം ചർച്ച ചെയ്യേണ്ടതും തീരുമാനിക്കേണ്ടതും സംസ്ഥാന ഘടകമാണ്. സംസ്ഥാന ഘടകം അക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും എന്നുള്ളതായിരുന്നു MA ബേബിയുടെ പ്രതികരണം. കൂടാതെ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകുമോ എന്ന ചോദ്യത്തിനും കാര്യമായ അല്ലെങ്കിൽ കൃത്യമായ മറുപടി MA ബേബി നൽകിയിട്ടില്ല. CPI പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ആവശ്യപ്പെട്ട വിഷയവും പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് MA ബേബി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പകരം കേരളത്തിൽ ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ പ്രവർത്തനങ്ങൾ പോളിറ്റ് ബ്യൂറോ വിലയിരുത്തി. കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്രതീക്ഷിതമായ ഞെട്ടിപ്പിക്കുന്ന തോൽവി എന്നാണ് വിലയിരുത്തൽ. ആ തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായി വിജയന് മാത്രമല്ല, മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലാണ് പിണറായി വിജയനെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കൂട്ടുത്തരവാദിത്തോടു കൂടിയാണ് CPM തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തോൽവിയുടെ ഉത്തരവാദിത്വവും പാർട്ടിക്ക് മുഴുവനാണ് എന്ന വിലയിരുത്തൽ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഉണ്ടായി എന്നാണ് MA ബേബി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നതിലും CPIയുടെ ആവശ്യങ്ങളും ചർച്ച ചെയ്യേണ്ടത് സംസ്ഥാന ഘടകത്തിലാണെന്നും പോളിറ്റ് ബ്യൂറോ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്ന് കേരളത്തിലേക്ക് മടങ്ങുന്നതിന് മുൻപ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കിയിരുന്നു. കേരളത്തിലെ അപ്രതീക്ഷിതമായ തോൽവി വിശദമായി തന്നെ താഴെ ഘടകങ്ങളിൽ ചർച്ച ചെയ്യും. അവിടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ അംഗങ്ങൾക്ക് അവസരമുണ്ടാകുമെന്നും MA ബേബി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേരളത്തിൽ BJP 3 സീറ്റുകൾ നേടിയത് ഗുരുതര അവസ്ഥ എന്നുള്ളതാണ് പോളിറ്റ് ബ്യൂറോയുടെ വിലയിരുത്തൽ എന്ന് MA ബേബി പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ അസമിലും ബംഗാളിലും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളുടെയും തെരഞ്ഞെടുപ്പ് നടപടികളുടെയും വിശ്വാസ്യത തകർക്കുന്ന പ്രവർത്തനങ്ങളുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ടും ഒപ്പം ക്യൂബയിൽ
പിന്തുണയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തു എന്നുള്ളതാണ് MA ബേബി വ്യക്തമാക്കിയത്. അതായത് പ്രതിപക്ഷ നേതൃസ്ഥാനം, CPI ആവശ്യപ്പെട്ട പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം, ഇത്തരം പ്രധാനപ്പെട്ട വിഷയങ്ങൾ പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തിട്ടില്ല. പകരം സംസ്ഥാന ഘടകം ആ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഈ മാസം തന്നെ 21ഉം 22ഉം നടക്കാനിരിക്കുന്ന കേന്ദ്ര സമിതി വീണ്ടും ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യും എന്നുള്ളതാണ് പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം 2 ദിവസത്തെ യോഗത്തിന് ശേഷം MA ബേബി ചൂണ്ടിക്കാട്ടിയത്. അശ്വതി, എന്തായാലും സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവ് ആരെന്നതിലും സസ്പെൻസ് തുടരുകയാണ്. വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും ജിഷ്ണു നൽകിയത്. പിണറായി വിജയന് ഇനി പുതിയ മേൽവിലാസം. ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞ പിണറായി വിജയൻ തലസ്ഥാനത്ത് വാടക വീട്ടിലേക്ക് താമസം മാറി. PB യോഗത്തിന് ശേഷം തിരുവനന്തപുരത്തെത്തിയ പിണറായി വിജയൻ വിമാനത്താവളത്തിൽ നിന്നും നേരെ വാടക വീട്ടിലേക്കാണ് വന്നത്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞ ശേഷം പിണറായി വിജയൻ ചിന്താ ഫ്ളാറ്റിലേക്ക് മാറുമെന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പാളയത്ത് ബേക്കറി ജംഗ്ഷന് സമീപമുള്ള ഇരുനില കെട്ടിടമാണ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ആരാകും എന്നതിൽ ചർച്ച പാർട്ടിയിൽ തുടരുകയാണ്. പിണറായി വിജയൻ പദവി ഏറ്റെടുക്കുകയാണെങ്കിൽ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് മാറിയേക്കും. ഇനി തമിഴ്നാട്ടിലേക്ക് പോയാൽ നിയമസഭാംഗമായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോടൈം സ്പീക്കർ കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിജയ് ഉൾപ്പെടെ TVKയിൽ നിന്നും 99 പേർ ആദ്യമായാണ് നിയമസഭാ അംഗങ്ങളായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. വൻ അട്ടിമറികൾ കണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ DMKയും സഭയിൽ എത്തിയിരിക്കുകയാണ്. ബുധനാഴ്ച നടക്കാനിരിക്കുന്ന വിശ്വാസ വോട്ടെടുപ്പിന്റെ ആകാംക്ഷയിലാണ് ഇനി തമിഴകം. സിനിമാ തിരശ്ശീലയിലെ ദളപതി ഇനി തമിഴ്നാട് നിയമസഭയിലെ പോരാളി. പ്രോടൈം സ്പീക്കർ കറുപ്പയ്യയ്ക്ക് മുന്നിൽ വിജയ് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അത് തമിഴ് രാഷ്ട്രീയത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായി. വിജയ് ഉൾപ്പെടെ TVKയിൽ നിന്നും 99 പേർ ആദ്യമായിട്ടാണ് നിയമസഭാ അംഗങ്ങളായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. C. ஜோசப் விஜய் எனும் நான் சட்டமுறைப்படி நிறுவப்பெற்றுள்ள இந்திய அரசமைப்பு சட்டத்தில் உண்மையான நம்பிக்கையும் തിരിച്ചടിക്കൽ നേരിട്ട DMK പാളയത്തിൽ നിന്നും പുതിയ നായകനായി ഉദയനിധി സ്റ്റാലിനും ചുമതലയേറ്റു. உதயநிதி ஸ்டாலின் எனும் நான் சட்டமுறைப்படி நிறுவப்பெற்றுள்ள இந்திய அரசமைப்பு சட்டத்தில் MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിൽ DMKയെ നയിക്കാൻ ഉദയനിധിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു എന്നത് ശ്രദ്ധേയമാണ്. സഭയിലിനി വിജയ് വേഴ്സസ് ഉദയനിധി സ്റ്റാലിൻ പോരാട്ടമെന്ന് ചുരുക്കം. അണ്ണാ DMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത പ്രമുഖരിൽ ഉൾപ്പെടുന്നു. எடப்பாடி K. பழனிசாமி என்னும் நான் சட்ட முறைப்படி நிறுவப்பெற்றுள்ள നാളെയാണ് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പുകൾ നടക്കുക. എന്നാൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ബുധനാഴ്ച നടക്കാനിരിക്കുന്ന വിശ്വാസ വോട്ടെടുപ്പിലേക്കാണ്. ബുധനാഴ്ചയ്ക്കകം ഭൂരിപക്ഷം തെളിയിക്കണമെന്നാണ് ഗവർണറുടെ കർശന നിർദ്ദേശം. പഴയ തലമുറയുടെ പതനവും പുതിയ താരോദയങ്ങളും കണ്ട തമിഴ്നാട് നിയമസഭയിൽ ഇനി വരാനിരിക്കുന്നത് വാശിയേറിയ പോരാട്ടങ്ങളാണ്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും ഉദയനിധിയുടെ പുതിയ ഉത്തരവാദിത്തവും സഭയെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. തമിഴ് രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ 2 യുവനേതാക്കൾ മുഖാമുഖം വരുമ്പോൾ ചെന്നൈയിലെ രാഷ്ട്രീയ താപനില ഇനി അങ്ങോട്ട് വർദ്ധിക്കുമെന്ന് ഉറപ്പാണ്. വിശ്വാസ വോട്ടെടുപ്പിൽ ആര് വിജയിക്കും, തമിഴകം ആരുടെ കൈകളിൽ സുരക്ഷിതമാകും എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കാത്തിരുന്നു തന്നെ കാണാം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിനു പിന്നാലെ മുൻ മുഖ്യമന്ത്രിയും DMK അധ്യക്ഷനുമായ MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി വിജയ്. ചെന്നൈയിലെ അൽവാർപേട്ടിലെ സ്റ്റാലിന്റെ വസതിയിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. അൽവാർപേട്ടിലെ വസതിയിലെത്തിയ മുഖ്യമന്ത്രി വിജയെ MK സ്റ്റാലിനും മകനും DMK നേതാവുമായ ഉദയനിധി സ്റ്റാലിനും ചേർന്ന് സ്വീകരിച്ചു. ഇരു നേതാക്കളും പരസ്പരം പൊന്നാട അണിയിച്ചു, പൂച്ചെണ്ടുകൾ നൽകിയും ആദരവ് പ്രകടിപ്പിച്ചു. തീർത്തും സൗഹാർദ്ദപരമായ സന്ദർശനമാണെന്നാണ് ഇരുവിഭാഗവും പറഞ്ഞത്. പശ്ചിമബംഗാളിൽ ആദ്യ BJP സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ 6 നിർണായക തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതിർത്തിയിൽ മുള്ളുവേലി സ്ഥാപിക്കാനുള്ള സ്ഥലം BSFന് കൈമാറുന്നതടക്കമുള്ള തീരുമാനങ്ങളാണ് എടുത്തത്. 45 ദിവസത്തിനുള്ളിൽ ഭൂമി BSFന് കൈമാറും. സെൻസസ് നടപടിക്രമങ്ങൾ ഉടൻ നടപ്പിലാക്കാനും തീരുമാനമായിട്ടുണ്ട്. സർക്കാർ ജോലികളിൽ അപേക്ഷിക്കാനുള്ള പ്രായപരിധി 5 വർഷം നീട്ടാനും സുവേന്ദു അധികാരിയുടെ ആദ്യ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. മമതാ ഭരണകൂടം ആരംഭിച്ച ലക്ഷ്മിർ ഭണ്ഡാർ പോലുള്ള ക്ഷേമ പരിപാടികൾ നിർത്തില്ലെന്നും സുവേന്ദു അധികാരി പറഞ്ഞു. അതിനിടെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന മനോജ് അഗർവാളിനെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചു. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. അസമിലെ പുതിയ BJP സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രി
ഹിമന്ത ബിശ്വ ശർമ്മയാണ് തുടർച്ചയായി 2ാം തവണയും അസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഗുവാഹത്തിയിലെ ഖാനപ്പാറ വെറ്റിനറി ഫീൽഡിൽ രാവിലെ 11 മണിക്കാണ് ചടങ്ങുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മറ്റ് BJP നേതാക്കൾ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും.